2026 powered by Infinity Mortgage and Protection Advisors, Aqua Group of Companies, and co-sponsored by Explorators, Riva Travels, Seacom Accountancy, J&J Cars for Airport Docks and Long Runs, Ideal Solicitors, Pan Asian Food Corner, and Build Better Properties. ബേസിക് സ്റ്റോക്ക് കൾച്ചറൽ ഫെസ്റ്റ് 2026-ന്റെ ഔപചാരിക ചടങ്ങുകൾക്കായി വിശിഷ്ട വ്യക്തികളെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി വെളിച്ചം തിയേറ്റേഴ്സിന്റെ അമരക്കാരനും പ്രസിഡന്റും ചാർട്ടേഡ് എൻവിറോൺമെന്റൽ സയന്റിസ്റ്റും ബ്രൂണൽ യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിലെ മുൻ പ്രൊഫസറുമായ ഡോക്ടർ അജി പീറ്റർ. തികഞ്ഞ കലാകാരനും മനുഷ്യസ്നേഹിയുമായ അദ്ദേഹം ബേസിക് സ്റ്റോക്കിന്റെ മുൻ കൗൺസിലർ എന്ന നിലയിലും നമുക്കേവർക്കും സുപരിചിതനാണ്. കലാ സാംസ്കാരിക രംഗങ്ങളിൽ സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്ന ഡോക്ടർ അജി പീറ്ററിനെ നിറഞ്ഞ കയ്യടിയോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബേസിക് സ്റ്റോക്ക് മലയാളികളുടെ അഭിമാനം. ബേസിക് സ്റ്റോക്ക് ആൻഡ് ഡീൻ ബറോ കൗൺസിലിന്റെ ഡെപ്യൂട്ടി മേയറും ഹാംഷെയർ കൗണ്ടി കൗൺസിലറുമായ കൗൺസിലർ സജീഷ് ടോം. സൗമ്യമായ ഇടപെടലിലൂടെയും ജനസേവനത്തോടുള്ള ആത്മാർത്ഥമായ പ്രതിബദ്ധതയിലൂടെയും ബേസിക് സ്റ്റോക്കിലെ ഓരോ മലയാളികൾക്കും സുപരിചിതനും പ്രിയങ്കരനുമായ നമ്മുടെ സ്വന്തം കൗൺസിലർ സജീഷ് ടോമിനെ സ്നേഹാദരങ്ങളോടെയും നിറഞ്ഞ കയ്യടികളോടെയും സ്വാഗതം ചെയ്യുന്നു. തിരക്കേറിയ ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങൾക്കിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ കലാസംഗമത്തിന് മാറ്റുകൂട്ടുവാൻ എത്തിച്ചേർന്ന യുക്മയുടെ ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യനെ സ്നേഹാദരങ്ങളോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ദൃശ്യമാധ്യമ രംഗത്തും പ്രവാസി മലയാള സമൂഹത്തിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ലോക കേരള സഭാംഗവും ആനന്ദ് ടിവിയുടെ മാനേജിംഗ് ഡയറക്ടറും ഏഷ്യനെറ്റ് യൂറോപ്പിന്റെ ഡയറക്ടറുമായ ശ്രീ എസ് ശ്രീകുമാറിനെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. യുകെയിലെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ നിറസാന്നിധ്യമായി നിലകൊള്ളുന്ന ലോക കേരള സഭാംഗവും മലയാള മിഷൻ യുകെയുടെ മുൻ പ്രസിഡന്റും വെളിച്ചം തിയേറ്റേഴ്സിന്റെ ക്രിയേറ്റീവ് കോർഡിനേറ്ററും മികച്ച വാഗ്മിയും അഭിനേതാവുമായ ശ്രീ CA ജോസഫ് സാറിനെ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ട ഫിലിപ്പ് കുട്ടിച്ചേട്ടന്റെ സ്നേഹസ്മരണകൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ശ്രീമതി സജനി ഫിലിപ്പ് കുട്ടിയെ ഏറെ കരുതലോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. BMCയുടെ മുൻകാല ഭരണസമിതികളിൽ നേതൃസ്ഥാനം അലങ്കരിച്ചിട്ടുള്ള വ്യക്തിയും വെളിച്ചം തിയേറ്റേഴ്സിന്റെ ട്രഷററുമായ ശ്രീ വിൻസെന്റ് പോളിനെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യാം. അടുത്തതായി ഏവർക്കും പ്രിയങ്കരനും സുപരിചിതനുമായ വെളിച്ചം തിയേറ്റേഴ്സിന്റെ സെക്രട്ടറി ശ്രീ ജോബി തോമസിനെ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വെളിച്ചം തിയേറ്റേഴ്സിന്റെ സാരഥികളിൽ ഒരാളും BMCയുടെ മുൻ പ്രസിഡന്റുമായ ശ്രീ ജോണി ജോസഫിനെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യാം. അടുത്തതായി വെളിച്ചം തിയേറ്റേഴ്സിന്റെ സാരഥികളിൽ ഒരാളും BMCA വൈസ് പ്രസിഡന്റുമായ ശ്രീ സജി കുന്നത്തിനെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. സംഘടനാ പ്രവർത്തന രംഗത്ത് പരിചയ സമ്പത്തും നേതൃത്വ മികവും തെളിയിച്ച വെളിച്ചം തിയേറ്റേഴ്സിന്റെ സാരഥികളിൽ ഒരാളും BMCയുടെ മുൻ പ്രസിഡന്റുമായ ശ്രീ സാജു സ്റ്റീഫനെ നിറഞ്ഞ കയ്യടിയോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് കേരള ചാപ്റ്ററിന്റെ നാഷണൽ ജനറൽ സെക്രട്ടറിയും യുക്മ റീജിയണൽ ജോയിന്റ് ട്രഷററുമായ ശ്രീ ബിനോ ഫിലിപ്പിനെ സ്നേഹാദരങ്ങളോടെയും നിറഞ്ഞ കയ്യടികളോടെയും വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈശ്വര പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഏവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ചൈതന്യമേ നിത്യ ചൈതന്യമേ കൈകൾക്കൊപ്പുന്നു സമ്പൂർണ്ണ സന്നിധിയിൽ മതജാതി വർണ്ണങ്ങൾ എല്ലാം മറന്നീട് മനസായി നമിക്കുന്നു ജാതാന്തരം ചൈതന്യമേ നിത്യ ചൈതന്യമേ കൈകൾക്കൊപ്പം
ജാതാന്തരം. ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, നിന്റെ പ്രിയമക്കളാം ഞങ്ങൾ എല്ലാവരും തോളോട് തോൾ ചേർന്ന് സൗഹാർദ്ദമായി മാറി മുന്നേറുവാൻ വരം നൽകണമേ. മുന്നേറുവാൻ വരം നൽകണമേ. ചൈതന്യമേ, നിത്യചൈതന്യമേ, കൈകൾ കൂപ്പുന്ന സമ്പൂർണ്ണ സന്നിധിയിൽ മതജാതവർണ്ണ മനസാരമിക്കുന്നു ജാതന്തരം. ചൈതന്യമേ, നിത്യചൈതന്യമേ. ഈ പരിപാടിയിലേക്ക് ഏവർക്കും ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നതിനായി ശ്രീ CA ജോസഫ് സാറിനെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ബഹുമാന്യരായ എൻ്റെ സഹപ്രവർത്തകരെ, സ്നേഹസമ്പന്നരായ സഹോദരങ്ങളെ, സമയത്തിൻ്റെ പരിമിതി മൂലം ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് തന്നെ നേരിട്ട് കടക്കുകയാണ്. ആദ്യമായിട്ട് സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മുടെ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുവാനായിട്ട് എത്തിയിരിക്കുന്ന വെളിച്ചം തിയേറ്റേഴ്സിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ അജി പീറ്റർ എന്നാണ്. നമ്മുടെ ആങ്കർ ജോസ്മി വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറേ വിശേഷണങ്ങളൊക്കെ പറയുകയുണ്ടായി. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഒരു കാര്യം മാത്രം ഞാൻ പറയുകയാണ്. അദ്ദേഹം മണ്ണിനെയും മനുഷ്യനെയും പ്രകൃതിയെയും പരിസ്ഥിതിയെയും ഒക്കെ സ്നേഹിക്കുന്ന വലിയ ഒരു മനസ്സിൻ്റെ ഉടമയും വലിയ ഒരു മനുഷ്യ സ്നേഹിയുമാണ്. ഈ ബ്രൂണൈ യൂണിവേഴ്സിറ്റി പ്രൊഫസറിലെ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെയൊക്കെ താഴെയാണ്. ആ മനുഷ്യ സ്നേഹി എന്നുള്ള പദമാണ് ഞാൻ എംഫസൈസ് ചെയ്ത് പറയുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഈ വെളിച്ചം തിയേറ്റേഴ്സിന് ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കണമെന്ന് വിചാരിച്ചപ്പോൾ ഭാരവാഹികളെല്ലാം ആദ്യം പരിഗണിച്ചത് ഈ ഒരു സ്ഥാനമാണ്, മനുഷ്യ സ്നേഹി എന്ന സ്ഥാനം. അതുകൊണ്ട് മനുഷ്യ സ്നേഹിയായ ഞങ്ങളുടെ പ്രിയപ്പെട്ട വെളിച്ചം തിയേറ്റേഴ്സിൻ്റെ പ്രസിഡന്റ് ശ്രീ അജി പീറ്ററിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായിട്ട് സ്വാഗതം ആശംസിക്കേണ്ടത് UK ഏറ്റവും പ്രഗത്ഭരായ 3 അടുത്തതായിട്ട് സ്വാഗതം ആശംസിക്കേണ്ടത് UK ഏറ്റവും പ്രഗത്ഭരായ 3 വ്യക്തിത്വങ്ങളാണ് നമ്മുടെ ഈ വേദിയിലിരിക്കുന്നത്. ഞാനിവർ 3 പേരും ഇരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ തെലങ്കാന മുഖ്യമന്ത്രിയും കർണാടക മുഖ്യമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും ഒരുമിച്ച് ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവരുടെ മേഖലകളിൽ അത്രയധികം പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളെയാണ് നമുക്ക് വിശിഷ്ടാതിഥികളായിട്ട് നമുക്കിന്നിവിടെ കിട്ടിയിരിക്കുന്നത്. എങ്കിലും ഒരു സ്വാഗതം ആശംസിക്കുമ്പോൾ അതിൻ്റെതായ ഒരു പ്രോട്ടോക്കോളൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി വെളിച്ചം തിയേറ്റേഴ്സിൻ്റെ കൾച്ചറൽ ഫെസ്റ്റ് ഉദ്ഘാടനം നിർവഹിക്കുവാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട, നമ്മുടെ സ്വന്തം, നമുക്കെല്ലാവർക്കും അഭിമാനമായ ബേസിംഗ് സ്റ്റോക്കിൻ്റെ ഡെപ്യൂട്ടി മേയർ നമ്മുടെ സ്വന്തം സജീഷ് ടോമാണ്. അപ്പോൾ ഈ സജീഷ് ടോമിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഏകദേശം 10-15 വർഷത്തെ പരിചയവും അത് കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ ബന്ധമുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം സജീഷ് ടോം താമസിക്കുന്ന പോപ്പുലിൽ വെച്ച് കണ്ടപ്പോൾ ഒരു 15 വർഷം മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് യുഗ്മയുടെ ഒരു സ്റ്റാർ സിംഗർ പ്രോഗ്രാമിൽ, യുഗ്മ സാംസ്കാരിക വേദി സംഘടിപ്പിച്ച സ്റ്റാർ സിംഗർ പ്രോഗ്രാമിൽ ഞങ്ങൾ 3 യുഗ്മ ഭാരവാഹികൾ ഒരുമിച്ചിരിക്കുമ്പോൾ സജീഷ് ടോമും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഫോട്ടോ കാണിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സജീഷ് അന്ന് ചെറുപ്പമായിരുന്നു, ഇന്ന് അതിലും ചെറുപ്പമായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം സജീഷ് എന്നോട് പറഞ്ഞു, ഞാൻ അന്നേരം പറഞ്ഞു, ഒരു പക്ഷേ UK
ഡെപ്യൂട്ടി മേയർമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആള് നമ്മുടെ സജീഷ് ആയിരിക്കും എന്ന് പറയാം. അപ്പൊ സജീഷ് പറയുകയാണ്, ചിലപ്പം അത് പറയാൻ പറ്റിയല്ല, എന്നാലും ബേസിക് സ്റ്റോക്കിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഡെപ്യൂട്ടി മേയറായിട്ട് വന്നിരിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇങ്ങനെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ഡെപ്യൂട്ടി മേയറിനെ ബേസിക് സ്റ്റോക്കിന് സമ്മാനിക്കണമെങ്കിൽ അത് നമ്മുടെ മലയാളികൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ. ശരിയല്ലേ? അപ്പൊ ഇപ്പൊ എനിക്കൊരു സംശയമാണ്, എങ്ങനെ അദ്ദേഹത്തെ ഞാൻ അഭിസംബോധന ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ജസ്റ്റ് ഒരു മാസം മുമ്പ് നമ്മുടെ ഏഷ്യാനെറ്റിന്റെ അവാർഡ് ചടങ്ങിൽ അന്ന് മമ്മൂട്ടിയും ആളുകളെല്ലാം വന്നിരുന്നു. അപ്പൊ അന്ന് നമ്മുടെ പിഷാരടി അവിടെ ഉണ്ടായിരുന്നു. പണ്ടൊക്കെ പിഷാരടിയെ ഹൈ പിഷു എന്നൊക്കെയായിരുന്നു മമ്മൂക്ക വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം മമ്മൂക്ക പറഞ്ഞത് ബഹുമാനപ്പെട്ട പിഷാരടി എന്നാണ്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഞാൻ ബഹുമാനപ്പെട്ടതിൽ നിർത്തുന്നില്ല, ഒരു പടിയും കൂടെ ഉയർത്തുകയാണ്. നമുക്ക് ഹോണറബിൾ ബേസിക് സ്റ്റോക്കിന്റെ ഡെപ്യൂട്ടി മേയർ നമ്മുടെ ഹോണറബിൾ സതീഷ് ടോമിനെ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, ബേസിക് സ്റ്റോക്കിൻ വെളിച്ചം തിയേറ്റേഴ്സിന്റെ പേരിലും ഞാൻ ഹാർദമായ സ്വാഗതം ആശംസിക്കുന്നു. ഇനി അടുത്ത 2 വ്യക്തികള്, ഇവര് 2 പേരും എനിക്ക് വർഷങ്ങളായിട്ട് വ്യക്തിപരമായി പരിചയമുള്ളവരാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി പരിചയം കൂടുതൽ നമ്മുടെ ബഹുമാന്യനായ യുഗ്മ പ്രസിഡന്റ് എബി സെബാസ്റ്റ്യനുമായിട്ടാണ്. അത് ഒരു 10-18 വർഷങ്ങളിലധികമായിട്ട്. ശ്രീ എബി സെബാസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മുടെ ആങ്കർ പറഞ്ഞു യുഗ്മയുടെ ദേശീയ പ്രസിഡന്റ് ആണ് എന്ന്. യുഗ്മ ഇവിടെ രൂപം കൊണ്ടിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാസി സംഘടനയാണ് യുഗ്മ. അത് രൂപം കൊണ്ടിട്ട് 18 വർഷത്തിലധികമായി. പക്ഷേ ആ യുഗ്മയുടെ പ്രവർത്തനങ്ങളെ മുഴുവൻ അതിൻ്റെ നട്ടെല്ലെന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ ആ പ്രവർത്തനങ്ങളെ മുഴുവൻ ക്രോഡീകരിച്ച് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് എബി സെബാസ്റ്റ്യൻ. ഒരു 2 വർഷമേ ആയുള്ളൂ അദ്ദേഹം. കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം പ്രസിഡന്റ് ആയി വന്നത്. ഞാൻ പലപ്പോഴും നമ്മുടെ UK-യിൽ പല സംഘാടകരെയും കണ്ടിട്ടുണ്ട്. പക്ഷേ അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യന്റെ സംഘാടക പാടവമുള്ള ഒരു സംഘാടകനെ ഞാൻ വളരെ വിരളമായിട്ടേ കണ്ടിട്ടുള്ളൂ. UK-യിലെ ഏറ്റവും വലിയ ഒരു സംഘാടക മികവുള്ള ഒരു വ്യക്തിയാണ്. യുഗ്മയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, നമ്മുടെ കേരളത്തിന്റെ നമ്മുടെ സ്കൂളിലും കോളേജിലുമൊക്കെ നമ്മൾ യുവജനോത്സവങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ UK-യിലെ വളർന്നു വരുന്ന തലമുറയിലേക്ക് നമ്മുടെ കേരളത്തിന്റെ സംസ്കാരവും പൈതൃകവും എല്ലാം എത്തിച്ചു കൊടുക്കുന്ന ആ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കേരള പൂരം വള്ളംകളി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. എത്രയോ വർഷങ്ങളായിട്ട് കേരളത്തിന്റെ ആ തനത് സംസ്കാരവും ആ വള്ളംകളിയും ആ നമ്മുടെ കലാരൂപങ്ങളുമെല്ലാം ഈ വള്ളംകളി, കേരള പൂരം വള്ളംകളി വേദിയിൽ അവിടെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറയുവാണെങ്കിൽ അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യൻ നമ്മുടെ കേരളത്തിന്റെ UK-യിലെ ഒരു അംബാസിഡറാണ് എന്ന് പറയാം. നിങ്ങൾക്ക് മറ്റൊരു കാര്യം അറിയാമോ എന്നറിയത്തില്ല. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് UK-യില് ഒരു ഓൺലൈൻ ദിനപത്രം ഉണ്ടായിരുന്നു, ഡെയിലി മലയാളം. ആ ഡെയിലി മലയാളത്തിന്റെ ചീഫ് എഡിറ്ററും ആയിരുന്നു. അപ്പോൾ എന്താ പറയുന്നത്, എല്ലാ രീതിയിലും ഒരു വലിയ കഴിവുകളിലൂടെ എല്ലാ കഴിവുകളും സമഞ്ജസമായിട്ട് സമ്മേളിച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യൻ. ഞാൻ അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യനെ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ എല്ലാവരുടെയും പേരിൽ, വെളിച്ചം തിയേറ്റേഴ്സിന്റെ പേരിൽ ഞാൻ വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മുടെ ഏഷ്യാനെറ്റ് യൂറോപ്പ് ചെയർമാനും ആനന്ദ് TV മാനേജിംഗ് ഡയറക്ടറും ലോക കേരള സഭാ അംഗവുമായ ശ്രീ S. ശ്രീകുമാറിനെയാണ്. അപ്പം ശ്രീകുമാർ ഞങ്ങൾ 2 പേരും ലോക കേരള സഭാ അംഗങ്ങളാണ്. കഴിഞ്ഞ 3 തവണ 2022, 24, 26 3 തവണ ഞാനുണ്ടായിരുന്നു. 3 തവണയും ശ്രീകുമാർ ഉണ്ടായിരുന്നു. അതിനു മുമ്പും ശ്രീകുമാർ ലോക കേരള സഭാ മെമ്പറായിരുന്നു. അതിനെല്ലാത്തിനേക്കാളും ഉപരി നമ്മുടെ UK-യിലെ വളർന്നു വരുന്ന കലാപ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്ന വലിയ ഒരു ദൗത്യം വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റെടുത്ത ഒരു മഹത് വ്യക്തിയാണ് ശ്രീകുമാർ.
എനിക്ക് തോന്നുന്നത് ഒരു 10-17 വർഷം മുമ്പ് UK ആദ്യമായിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. അത് ഞാനായിരുന്നു അതിന് നേതൃത്വം കൊടുത്തത്. അത് സമ്മർ ഇൻ ബ്രിട്ടൻ. അപ്പൊ അന്ന് ആ ഷോർട്ട് ഫിലിം 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഒരുപാട് ആളുകളിൽ അതെത്തി. അപ്പോൾ ശ്രീകുമാർ എൻ്റെ ഫോൺ നമ്പർ തപ്പിപ്പിടിച്ച് എന്നെ വിളിച്ചു. അദ്ദേഹം ഏഷ്യാനെറ്റിൽ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു, ഏഷ്യാനെറ്റ് യൂറോപ്പ് മലയാളി ജേർണൽ. ആ പരിപാടിയിൽ നിങ്ങളുടെ അഭിനേതാക്കളെയും അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ വെച്ചൊരു ചർച്ച സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ക്രോയിഡോണിൽ വെച്ച് അദ്ദേഹം തന്നെ പണം മുടക്കി ഒരു ഹാൾ സംഘടിപ്പിച്ച് എല്ലാ സജ്ജീകരണങ്ങളും കൊണ്ടുവന്ന് ഒരു വലിയൊരു ചർച്ച സംഘടിപ്പിച്ചു. അതുപോലെ ഒരുപാട് ആളുകൾക്ക് ഞാനിപ്പോൾ ശ്രീകുമാർ ഇവിടെ വരുമോ എന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം ഈ ആനന്ദ് TV-യുടെ വലിയൊരു പ്രോഗ്രാം ആന്തശ്രീ വെച്ചിട്ട് അടുത്ത ദിവസം നാട്ടിൽ പോയിരുന്നു. അപ്പം ആനന്ദ് TV-യുടെ ആ പ്രോഗ്രാമിനോടിടയ്ക്ക് മമ്മൂട്ടി ഒരു കാര്യം ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും പേട്രിയറ്റ് സിനിമ കണ്ടിട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്നവർ പേട്രിയറ്റ് സിനിമ, മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ അഭിനയിച്ച, മമ്മൂട്ടിയോടൊപ്പം ഒരു നല്ല സീനിൽ അവതരിപ്പിച്ച വളരെ അധികം ഒരു സമയം ഉണ്ടായിരുന്നു അഭിനയിച്ച ഒരു വ്യക്തിയാണ്. അപ്പം മമ്മൂട്ടി അവിടെ ഇരുന്ന് സ്റ്റേജിൽ പറഞ്ഞത്, ഇപ്പോൾ ശ്രീകുമാറിന് എന്താ പറഞ്ഞത്, ശ്രീകുമാർ പുളകിതരായിട്ട് നടക്കുകയാണെന്നാണ് പറഞ്ഞത്. കാരണം മമ്മൂട്ടിയേക്കാളും നല്ല രീതിയിലുള്ള ഒരു അഭിനയമാണ് അവിടെ കാഴ്ചവെച്ചത്. അപ്പൊ മമ്മൂക്ക പറഞ്ഞത്, ശ്രീകുമാർ ഇനി ഒരു സിനിമ ഇവിടെ നിർമ്മിക്കാൻ പോയി അടുത്ത അവാർഡ് ശ്രീകുമാർ വാങ്ങിച്ചെടുക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ അന്നേരം മുതൽ അവിടെ വന്ന ഈ സിനിമാ നടിമാരും സിനിമാ നടന്മാരും ശ്രീകുമാറേട്ടാ എന്ന് എപ്പോഴും വിളി തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ സ്നേഹം കൂടിയിട്ട് ശ്രീയേട്ടാ എന്നാണ് വിളിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഇപ്പോൾ UK ഏറ്റവും വലിയ ആരാധകരുള്ള ഒരു സിനിമാ നടനായിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീ S. ശ്രീകുമാറിനെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ വെളിച്ചം തിയേറ്റേഴ്സിന്റെ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഈ വേദിയിൽ ഇരിക്കുന്ന ആളുകള് നമ്മുടെ വെളിച്ചം തിയേറ്റേഴ്സിന്റെ മുഖ്യ സംഘാടകരാണ് ഈ വേദിയിലിരിക്കുന്നത്. അതുപോലെ മറ്റൊരു വിശിഷ്ട വ്യക്തിയും നമ്മുടെ ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ അതൊരു അല്പം കഴിയുമ്പോൾ ഞാൻ പരാമർശിക്കാതെ കടന്നു പോവുകയല്ല. അപ്പോൾ ഈ വേദിയിലിരിക്കുന്ന ആരെയും പ്രത്യേകമായിട്ട് ഞാൻ പേര് പറയുന്നില്ല. നമ്മുടെ വെളിച്ചം തിയേറ്റേഴ്സിന്റെ സംഘാടകര്, അതുപോലെ തന്നെ സന്നദ്ധ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ആങ്കേഴ്സ് ഉണ്ട്, നമ്മുടെ ജോംസി, നമ്മുടെ അശ്വതി. ഇവരെ കുറിച്ച് ആരും പറയാനില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അശ്വതി, ജോംസി, അതുപോലെ മറ്റു പലരും നമ്മുടെ ഈ പ്രോഗ്രാം വളരെയധികം കോർഡിനേറ്റ് ചെയ്യുവാനായിട്ട് വളരെയധികം സഹകരിക്കുന്ന വ്യക്തികൾ. നമ്മുടെ പെർഫോമേഴ്സ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. കലാഭവൻ ദിലീപ് അങ്ങനെയുള്ള ആളുകളൊക്കെ ഇവിടെ, യദുകൃഷ്ണൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ മെന്റലിസ്റ്റ് ജോയൽ എത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഒക്കെ ചെയ്യുന്ന ആളുകളെ, നമ്മുടെ വീഡിയോഗ്രഫിയും നമ്മുടെ ഫോട്ടോഗ്രഫിയും ഒക്കെ നടത്തുന്ന സിബി ഉൾപ്പെടെയുള്ള ആളുകളെ, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ നമ്മുടെ സ്പോൺസേഴ്സ് ആണ്. ഈ സ്പോൺസേഴ്സിൽ നമ്മുടെ ഒരു പ്രൈം സ്പോൺസറായി ഇൻഫിനിറ്റി മോർഗേജിന്റെ ജഗ്ഗി ജോസഫ് ഇവിടെ എത്തിയിട്ടുണ്ട്. ജഗ്ഗി ഈ സ്റ്റേജ് ഇങ്ങോട്ട് മുൻപിലേക്ക് കടന്നു വരാം, ഇവിടെ ഇരിക്കാം, ബാക്കി നിൽക്കണ്ട, ഇവിടെ റിസർവ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ബാക്കിലുണ്ട് അവിടെ. അങ്ങനെയുള്ള സ്പോൺസേഴ്സ്, അതുപോലെ ഈ പരിപാടിയെ വിജയിപ്പിക്കുവാൻ ഇവിടെ എത്തിയിരിക്കുന്ന സഹൃദയരായ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അവസാനമായിട്ട് എനിക്കൊരു വാക്ക് പറയാതെ ഇവിടെ നിന്ന് പോകുവാൻ സാധിക്കുകയില്ല. നമ്മുടെ ഈ വെളിച്ചം തിയേറ്റേഴ്സിന്റെ ഈ കൾച്ചറൽ ഫെസ്റ്റ് 2026 പല പരിപാടികൾ നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഈ കൾച്ചറൽ ഫെസ്റ്റ് മുഴുവനും നമ്മൾ ഒരു ട്രിബ്യൂട്ടായിട്ട്, ഒരു ആദരവായിട്ട് നമ്മൾ സമർപ്പിക്കുന്നത് നമ്മളിൽ നിന്നും വേർപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട വെളിച്ചം തിയേറ്റേഴ്സിന്റെ മാർഗദർശിയും വെളിച്ചം തിയേറ്റേഴ്സിന്റെ മുഖ്യ സാരഥിയും അഭിനേതാവും ചമയക്കാരനും ഒക്കെ ആയിരുന്ന നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഫിലിപ്പ് കുട്ടിക്ക് ആദരവായിട്ടാണ് ഇത് അർപ്പിക്കുന്നത്. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ആ കലാകാരൻ കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള കലാമേഖലകള്, അദ്ദേഹമാണ് ഇവിടെയും ഈ UK-യിലുള്ള 14-ൽ പരം ചെണ്ടമേള ട്രൂപ്പുകൾക്ക് അദ്ദേഹം ചെണ്ടമേളം അഭ്യസിപ്പിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന് ആ ട്രൂപ്പുകളൊക്കെ ഇവിടെ വന്ന് അദ്ദേഹത്തിന് ആദരവായിട്ട് ചെണ്ടമേളം നടത്തുന്നു. അതുപോലെ തന്നെ അദ്ദേഹം കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള നാടകം, അദ്ദേഹം നല്ലൊരു
ഡാൻസർ ആയിരുന്നു. ഇവിടെ ഡാൻസ്, അതുപോലെ അദ്ദേഹം സ്കിറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതുപോലെയുള്ള തമാശ പരിപാടികൾ, അങ്ങനെ എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഈ കലാമേള അദ്ദേഹത്തിനായിട്ടാണ് ഞങ്ങൾ സമർപ്പിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മറക്കാനാവത്തിൽ ആ വാർത്ത ഒരു വലിയ സഹായമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഈ വെളിച്ചം തിയേറ്റേഴ്സിന്റെ ആദ്യത്തെ നാടകം വെളിച്ചത്തിൽ വയോധികനായ മാധവൻ നായരായിട്ട് എന്നെ വേഷപ്പകർച്ചയിട്ടത് ഫിലിപ്പ് കുട്ടിയായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് പല ഷോർട്ട് ഫിലിമുകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അതിനേക്കാളും ശ്രോതാക്കൾ, ഓഡിയൻസ് ഏറ്റവും കൂടുതൽ അഭിനന്ദിച്ച ഒരു കാര്യമായിരുന്നു അത്. അതെന്റെ ജീവിതത്തിൽ മറക്കുവാൻ സാധിക്കത്തില്ല. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പത്നി ശ്രീമതി സജിനി ഫിലിപ്പ് കുട്ടി ഈ വേദിയിലുണ്ട്. ഞാൻ സ്വാഗതം ആശംസിച്ച സമയത്ത് നമ്മുടെ വിശിഷ്ട അതിഥികൾക്കൊക്കെ സ്വാഗതം പറഞ്ഞപ്പോൾ ഞാൻ സജിനിക്ക് സ്വാഗതം ആശംസിച്ചില്ല. ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ ഇവരോടൊക്കെ കുറച്ച് തമാശകളൊക്കെ പറഞ്ഞാൽ ഞാൻ സ്വാഗതം ആശംസിച്ചത്. സജിനി ഞങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഈ വേദിയിലേക്ക് വന്നിരിക്കുന്നത്. സജിനി ഒരിക്കലും ഇങ്ങനെ ഈ വേദിയിൽ വന്നിരിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല. എങ്കിലും ഫിലിപ്പ് കുട്ടി ചേട്ടനോടുള്ള ഞങ്ങളുടെ ആദരവ്, അദ്ദേഹത്തിന് നൽകുന്ന, അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് നൽകുന്ന ആ മെമന്റോ സ്വീകരിക്കുന്നതിനായിട്ട് ഇവിടെ സന്നിഹിതയായിരിക്കുന്ന ശ്രീമതി സജിനി ഫിലിപ്പ് കുട്ടിക്ക് ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളുടെ പേരിലും, വെളിച്ചം തിയേറ്റേഴ്സിന്റെ മുഴുവൻ ഭാരവാഹികളുടെ പേരിലും, എൻ്റെ വ്യക്തിപരമായ പേരിലും എൻ്റെ സ്നേഹാദരവ് ഞാൻ സമർപ്പിക്കുകയാണ്. ശ്രീ ഫിലിപ്പ് കുട്ടിക്ക്, നമ്മളിൽ നിന്ന് മറഞ്ഞു പോയ ഫിലിപ്പ് കുട്ടിക്ക് ബാഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരാളെയും വിട്ടുപോകാതെ എല്ലാ വിശിഷ്ടാതിഥികളെയും ഏറെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്ത ശ്രീ CA ജോസഫ് സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി. എല്ലാവരെയും സ്വാഗതം ചെയ്ത് അദ്ദേഹത്തെ മാത്രം സ്വാഗതം ചെയ്യാതെ വിടാനാകില്ലല്ലോ. അതുകൊണ്ട് ശ്രീ CA ജോസഫ് സാറിനെ ഈ പരിപാടിയിലേക്ക് ഔപചാരികമായി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് അധ്യക്ഷ പ്രസംഗത്തിലേക്ക് കടക്കാം. ഈ സാംസ്കാരിക സായാഹ്നത്തിന്റെ അധ്യക്ഷനായ ഡോക്ടർ അജി പീറ്ററിനെ അധ്യക്ഷ പ്രസംഗത്തിനായി വേദിയിലേക്ക് ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, അതുപോലെ ഈ ബേസിംഗ് സ്റ്റോക്ക് കൾച്ചറൽ ഫെസ്റ്റ് വലിയൊരു ഇവൻ്റാക്കി മാറ്റാൻ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മൾ എല്ലാവരും വലിയ എക്സൈറ്റഡ് ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. വലിയ സന്തോഷത്തോടെയാണ്. എന്നാൽ എനിക്ക് അതിലും വലിയ സന്തോഷമുണ്ട്. കാരണം യൂണിറ്റി ഈസ് സ്ട്രെങ്ത് ആൻഡ് യൂണിറ്റി ഈസ് പവർ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും പ്ലാൻ ചെയ്തെങ്കിലും ഈ ഒരു ഫസ്റ്റ് പ്ലാൻ ചെയ്തത് ആക്ച്വലി ഒരൊറ്റ മാസം മുമ്പാണ്. ഒരു മാസം. അപ്പോൾ ഒരു നല്ല ഡെഡിക്കേറ്റഡ് എക്സ്പേർട്ട് ടീം 19 പേരോളം അടങ്ങുന്ന, അല്ലെ അതിൽ കൂടുതൽ വരുന്ന വലിയൊരു ടീം, അവരെല്ലാം ഓരോരോ മേഖലകളിൽ അവരുടെ കഴിവ് തെളിയിച്ചിട്ടുള്ള എക്സ്പെർട്ടീസാണ്. അപ്പോൾ അവരെല്ലാം ഞങ്ങളെല്ലാം ആ ഒരു ടീം വളരെ ഭംഗിയായിട്ട് വർക്ക് ചെയ്തപ്പോൾ, ഒന്നിച്ച് നിന്നപ്പോൾ ആണ് നമുക്കിത് ഈ രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട് അങ്ങനെ ഒരു ടീം നമുക്കിവിടെ ഉണ്ടായതിൽ. പിന്നെ നമ്മൾ എല്ലാവരും ഇപ്പോൾ ഒരു ഫാസ്റ്റ് ഫേസിലൂടെയാണ് പോകുന്നത്. ഫാസ്റ്റ് എല്ലാം, ഫുഡാണെങ്കിൽ അത് ഫുഡ് ഫാസ്റ്റാണ്, അതുപോലെ എല്ലാം ഫാസ്റ്റാണ്. നമ്മുടെ ജീവിതം ഒരു ഫാസ്റ്റാണ്. അവിടെ ഈ ആസ്വാദനമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നോ അല്ലെ കുറഞ്ഞു പോകുന്നോ ഇല്ലാതായിത്തീരുന്നോ എന്ന് സംശയമുണ്ട്. എന്നാൽ ഇന്നിവിടെ നമ്മൾ കലയും സംസ്കാരവും സംഗീതവും കൂടെ ഒന്നിപ്പിച്ചാണ് ഈ ഇവൻ്റ് നടത്തുന്നത്. ഇവിടെ നമുക്ക് ഫാസ്റ്റില്ല, സ്വസ്ഥമായി ഇരുന്ന് ആസ്വദിക്കാൻ, സ്വസ്ഥമായി ഇരുന്ന് റിലാക്സ് ചെയ്ത് അത് ആസ്വദിക്കാനുള്ള ഒരു സമയമാണ്.
അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. നമുക്ക് സമയം വളരെ കുറവാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാണ്, കൃത്യം 3 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞു. നമ്മൾ കൃത്യം 3:03 തുടങ്ങി. അപ്പോൾ നമ്മൾ അങ്ങനെ അവസാനിപ്പിക്കുന്നു. അങ്ങനെ തന്നെയായിരിക്കും, വളരെ ടൈംലി ആയിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. അതുകൊണ്ട് വളരെ ഗംഭീരമായ പ്രോഗ്രാംസാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് എല്ലാവരും ഇപ്പോൾ നമ്മുടെ ഈ തിയേറ്ററിലൊക്കെ എഴുതി കാണിക്കുന്ന പോലെ സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്, അതാണ് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ജോസഫ് ഏട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഹോൾ പ്രോഗ്രാം നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ടീം അംഗമായിരുന്ന ഫിലിപ്പ് ഏട്ടന് വേണ്ടിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു കലാകാരനായിരുന്നു, കലയെ ഒത്തിരി സ്നേഹിച്ച ആളായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ അദ്ദേഹത്തിന് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ തകർക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ആഘോഷിക്കുമ്പോൾ, നമ്മൾ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്ന കലകളിലൂടെ നമ്മൾ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവ് തീർച്ചയായും സന്തോഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും അങ്ങനെ ആ റിലാക്സ് മൂഡിലേക്ക് ക്ഷണിക്കുന്നു. വളരെ സന്തോഷമായിട്ട് നമുക്ക് ഈ കലാവിരുന്ന് എൻജോയ് ചെയ്യാം. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു ഡോക്ടർ അജി പീറ്റർ. പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനത്തിന് തുടക്കം കുറിക്കുന്ന സുപ്രധാന നിമിഷത്തിലേക്ക് നാം കടക്കുകയാണ്. ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിനായി കൗൺസിലർ സജീഷ് ടോമിനെ സ്വാഗതം ചെയ്യുന്നു. ഒരു വലിയ കയ്യടിയോടെ നമുക്ക് സ്വാഗതം ചെയ്യാം കൗൺസിലർ സജീഷ് ടോം. യോഗത്തിൻ്റെ അധ്യക്ഷൻ, ബേസിംഗ് സ്റ്റോക്ക് വെളിച്ചം തിയേറ്റേഴ്സിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ അജി പീറ്റർ, യുക്മയുടെ ദേശീയ പ്രസിഡന്റും UK-യിൽ എൻ്റെ ദീർഘകാല സുഹൃത്തുമായ അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യൻ, ഏഷ്യാനെറ്റ് യൂറോപ്പ് ചെയർമാൻ ശ്രീകുമാർ, വെളിച്ചം തിയേറ്റേഴ്സിൻ്റെയും നമ്മുടെ ഇന്നത്തെ ബേസിംഗ് സ്റ്റോക്ക് ഫെസ്റ്റിൻ്റെയും മുഖ്യ സംഘാടകരായ ജോസഫ് ചേട്ടൻ, ജോൺ ചേട്ടൻ, ബിനോ ഫിലിപ്പ്, വിൻസെൻ്റ് പോൾ, മണിക്കുട്ടൻ, നമ്മുടെ ജോബി തോമസ്, സജി ജോസഫ്, സാജു സ്റ്റീഫൻ, ഒപ്പം നമ്മളിന്ന് അനുസ്മരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഫിലിപ്പോട്ടിയുടെ പത്നി, സ്നേഹം നിറഞ്ഞ സജിനി, സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ബേസിംഗ് സ്റ്റോക്കിലെ മലയാളികൾക്കായിട്ട് ഇത്രയും വ്യത്യസ്തമായ മനോഹരമായ ഒരു സായാഹ്നം അണിയിച്ചൊരുക്കിയതിന് ബേസിംഗ് സ്റ്റോക്ക് വെളിച്ചം തിയേറ്റേഴ്സിന് ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ 3 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞു. 3 മണിക്ക് തുടങ്ങി. എനിക്കറിയാം, എബിയും ശ്രീകുമാറും ഒക്കെ എന്നേക്കാളൊക്കെ ഒത്തിരിയേറെ പ്രോഗ്രാമുകൾ UK-യിൽ അങ്ങോളം ഇങ്ങോളം പങ്കെടുക്കുന്നവരാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് മറ്റ് സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഇതൊരു ഉദാഹരണമായിട്ട് പറയാം. ബേസിംഗ് സ്റ്റോക്ക് വെളിച്ചം തിയേറ്ററും ബേസിംഗ് സ്റ്റോക്ക് മലയാളികളും ഒരു പ്രോഗ്രാം തുടങ്ങുമെന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് തുടങ്ങിയിരിക്കും. ഇവിടെ വന്നെത്തിയ നിങ്ങൾക്ക് അതിലേറെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. കാരണം ഇവർ കമ്മിറ്റിക്കാർ എത്ര പ്രോത്സാഹിപ്പിച്ചാലും കാര്യമില്ല, നിങ്ങൾ സമയത്ത് വന്നെത്തി. അതോടൊപ്പം തന്നെ എന്നെ ഈ വേദിയിലേക്ക് ബേസിംഗ് സ്റ്റോക്ക് ഡെപ്യൂട്ടി മേയർ എന്ന നിലയ്ക്ക് ക്ഷണിച്ചതിന് വെളിച്ചം തിയേറ്റേഴ്സിൻ്റെ ഭാരവാഹികൾക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. പൊതുവെ പ്രവാചകൻ സ്വന്തം നാട്ടിൽ അവഗണിക്കപ്പെടുന്നു എന്നാണ് നമ്മൾ കേട്ടുവരുന്നത്. എന്നാൽ ഇവിടെ ബേസിംഗ് സ്റ്റോക്കിൽ ഈ ഒരു സ്ഥാനലബ്ധി, അത് ബേസിംഗ് സ്റ്റോക്ക് മലയാളികൾക്ക് കിട്ടിയ വലിയൊരു അംഗീകാരമായിട്ട് നെഞ്ചിലേറ്റിക്കൊണ്ട് നമ്മുടെ മലയാളി സമൂഹം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു അനുഭവമാണ് എനിക്ക് ഈ 1-2 മാസത്തിനുള്ളിൽ ലഭിച്ചത്. ഒത്തിരി നന്ദി. ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നതിന്, പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒത്തിരി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ വേദി വ്യത്യസ്തമായ ഒരു അസ്ർ പൂജയ്ക്കുള്ള അവസരമായിട്ട് കൂടി വെളിച്ചം തിയേറ്റേഴ്സ് തിരഞ്ഞെടുത്തിരിക്കുന്നത് വളരെ അഭിനന്ദനാർഹമാണ്. നമ്മുടെ ഇടയിൽ ജീവിച്ച് നമ്മിൽ ഒരാളായി കടന്നുപോയ ഫിലിപ്പുടിയെയും കൂടി നാം ഇവിടെ അനുസ്മരിക്കുകയാണ്. ഞാൻ ഓർക്കുകയായിരുന്നു, ഒരു വ്യക്തി, പ്രത്യേകിച്ച് പൊതുജീവിതത്തിൽ ഒരു വ്യക്തി ജീവിക്കുമ്പോൾ അവൻ എന്ത് നേടി എന്നതിലപ്പുറം കടന്നു പോകുമ്പോൾ എന്ത് ബാക്കി വെച്ചു എന്നതാണ് ഒരു വ്യക്തിയെ വിലയിരുത്തുന്ന ഏറ്റവും വലിയ അളവുകൾ. അങ്ങനെ നോക്കുമ്പോൾ ഒരുപക്ഷെ കടന്നുപോയവരിൽ ഏറ്റവും സമ്പന്നനായ ഒരു വ്യക്തി അത് ഫിലിപ്പൂട്ടിയാണ്. UK-യിൽ അങ്ങോളം ഇങ്ങോളം
ചെണ്ടമേളത്തിൻ്റെ ശിഷ്യസമ്പത്തുകൾ, കലാസുഹൃത്തുക്കൾ, ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്ന സൗഹൃദങ്ങൾ, നാം ഇപ്പോൾ 1 വർഷം കഴിഞ്ഞും അദ്ദേഹത്തെ അനുസ്മരിക്കത്തക്ക വിധം ബാക്കി നിർത്തുന്ന ആ തീവ്രമായ അനുഭവങ്ങൾ. തീർച്ചയായും സജിനി വേദിയിലുണ്ട്, മക്കൾ നമ്മോടൊപ്പമുണ്ട്. ഈ അവസരത്തിൽ പ്രിയ സുഹൃത്തായ ഫിലിപ്പൂട്ടിഴയ്ക്ക് ആത്മാവിന് നിത്യശാന്തി നേരുന്നതിന് കൂടി ഞാൻ വിനിയോഗിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്നിവിടെ പോർട്സ്മത്തിൽ നിന്നും സിൻഡിൽ നിന്നുമൊക്കെയുള്ള ഫിലിപ്പൂട്ടിയുടെ ശിഷ്യഗണങ്ങൾ ബേസിക് സ്റ്റോക്കിലെ ശിഷ്യഗണങ്ങളോട് ചേർന്ന് വലിയൊരു ചെണ്ടമേളം ഇവിടെ നടത്തുന്നുണ്ട്. തീർച്ചയായും ബേസിക് സ്റ്റോക്ക് ഫെസ്റ്റിവൽ UK മലയാളികൾക്ക് വ്യത്യസ്തമായ അനുഭവമായിരിക്കും. മിമിക്രി, മാജിക്ക്, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇലക്ട്രിഫയിങ് ഡാൻസ്, ചെണ്ടമേളം, ഇതെല്ലാം അടങ്ങുന്ന വലിയൊരു സാംസ്കാരിക സദ്യ. ഇതിനെല്ലാം ഉപരി ബേസിക് സ്റ്റോക്ക് ഫെസ്റ്റിന് ഒരു സിഗ്നേച്ചർ പ്രോഗ്രാമായിട്ട് ബേസിക് സ്റ്റോക്ക് വെളിച്ചം തിയേറ്റേഴ്സ് നടത്തുന്ന ജീൻ വാൽ ജീൻ എന്ന നാടകവും, വായനയുടെ നല്ല നാളുകളിൽ മനസ്സിൽ തീവ്ര അനുഭവങ്ങൾ കോറിയിട്ട ഒരു നോവലാണ് വിക്ടർ ഹ്യൂഗോയുടെ ലെസ് മിസറബിൾ. അതിന്ന് നാടകമായിട്ട് അവതരിപ്പിക്കപ്പെടുമ്പോൾ തീർച്ചയായും നമുക്കെല്ലാവർക്കും വളരെ ഹൃദ്യമായൊരു അനുഭവമാവും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ നാടകത്തിൻ്റെ പ്രധാന കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത് നമ്മുടെ ബേസിക് സ്റ്റോക്കുകാരുടെ ബാലചന്ദ്രമേനോനായ ഡോക്ടർ അജി പീറ്ററാണ്. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം എല്ലാം അദ്ദേഹമാണ് ചെയ്യുന്നത്. പ്രധാന കഥാപാത്രത്തെയും അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. ഈ നാടകത്തിൻ്റെ അവസാനം എനിക്കിട്ടൊരു പണി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു. അതൊരു സസ്പെൻസായിട്ട് നിൽക്കട്ടെ. എനിവേ, ഈ ടീം അവതരിപ്പിക്കുന്ന ബേസിക് സ്റ്റോക്ക് വെളിച്ചം തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന ഈ നാടകം തീർച്ചയായും ബേസിക് സ്റ്റോക്കിന് അഭിമാനമാകട്ടെ. UK-യിലേറെ അങ്ങോളം ഇങ്ങോളം ഒത്തിരി വേദികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു ചെറിയ കാര്യം കൂടി മാത്രം, 1 മിനിറ്റ് കൂടി എടുക്കുള്ളൂ. അജി പീറ്ററിൻ്റെ സൈന്യാധിപൻ എന്നൊരു ആൽബം കൂടി ഇന്ന് ഈ വേദിയിൽ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഭക്തിഗാനങ്ങളുടെ ഒരു ആരാധകനാണ്. അദ്ദേഹം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പരമ്പൊരുൾ എന്നൊരു ഭക്തിഗാന ആൽബം പുറത്തിറക്കിയിരുന്നു. ഓരോരുത്തർ ഓരോ രീതിയിലാണ്, ഓരോരുത്തരുടെ ആസ്വാദക ക്രൈറ്റീരിയകൾ വ്യത്യസ്തമാണ്. എനിക്കൊരു ഭക്തിഗാനം ഇഷ്ടപ്പെടണമെങ്കിൽ അതിൻ്റെ അകത്ത് നിറയെ കവിതയുണ്ടാകണം, അതൊരു പ്രാർത്ഥനയാവണം. ഇത് രണ്ടും വളരെ ഭംഗിയായിട്ട് സമന്വയിച്ചിട്ടുള്ള ഒന്നാണ് അജി പീറ്ററിൻ്റെ ഗാനങ്ങൾ. തീർച്ചയായും സൈന്യാധിപനും അതിമനോഹരമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു സഹകരണം ആശംസിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുഭവത്തോടു കൂടി ബേസിക് സ്റ്റോക്ക് വെളിച്ചം തിയേറ്റേഴ്സിൻ്റെ ബേസിക് സ്റ്റോക്ക് കൾച്ചറൽ ഫെസ്റ്റ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. താങ്ക് യു കൗൺസിലർ സജീഷ് ടോം. ഭാരതീയ സംസ്കാരത്തിൽ എല്ലാ മംഗളകർമ്മങ്ങൾക്കും ശുഭാരംഭം കുറിക്കുന്നത് നിലവിളക്ക് തെളിയിച്ചുകൊണ്ടാണ്. ആ മംഗള നിമിഷത്തിലേക്ക് നാം കടക്കുകയാണ്. നിലവിളക്ക് തെളിയിക്കുന്നതിനായി വേദിയിലുള്ള എല്ലാ വിശിഷ്ടാതിഥികളെയും സാദരം ക്ഷണിക്കുന്നു. നഭസിൽ പൂർണ്ണ വിധുപോ വദനം മനസോ അമൃതം നിയതം അമൃതം നിയതം സദാ നിൻ സൗരഭം സർവം സദാ നിൻ സൗരഭം നഭസിൽ പൂർണ്ണ വിധുപോ വദനം മനസോ
സംഘടനയായ യുക്മയുടെ ദേശീയ പ്രസിഡന്റും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ സജീവ സാന്നിധ്യവുമായ അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യനെ ആശംസാ പ്രസംഗത്തിനായി സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ യോഗാധ്യക്ഷൻ, വെളിച്ചം തിയേറ്റേഴ്സിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ അജി പീറ്റർ, ബേസിംഗ് സ്റ്റോക്കിൻ്റെയും യുക്മയുടെയും ഒക്കെ അഭിമാനമായ ബേസിംഗ് സ്റ്റോക്ക് സിറ്റി ഡെപ്യൂട്ടി മേയർ കൗൺസിലർ സജീഷ് ടോം, ഏഷ്യാനെറ്റ് യൂറോപ്പിൻ്റെ ചെയർമാൻ എസ് ശ്രീകുമാർ, ലോക കേരള സഭാംഗവും മലയാള മിഷൻ UK-യുടെ ചെയർമാനുമായിരുന്ന ശ്രീ CA ജോസഫ്, നമ്മളിൽ നിന്നും വേർപിരിഞ്ഞ ഏറെ സ്നേഹിക്കപ്പെടുന്ന ഫിലിപ്പ് കുട്ടി ചേട്ടൻ്റെ ഭാര്യ സജിനി ചേച്ചി, വെളിച്ചം തിയേറ്റേഴ്സിൻ്റെ നേതൃസ്ഥാനം അലങ്കരിക്കുന്ന ശ്രീ ജോണി ജോസഫ്, ശ്രീ വിൻസെൻ്റ് പോൾ, ശ്രീ സാജു സ്റ്റീഫൻ, ശ്രീ ജോബി തോമസ്, ശ്രീ ബിനോ ഫിലിപ്പ്, ശ്രീ സജി ജോസഫ്, വേദിയിലും സദസ്സിലുമായിട്ടുള്ള മുഴുവൻ വിശിഷ്ട വ്യക്തികളെ, സ്നേഹം നിറഞ്ഞ കലാസ്വാദകരെ, സഹോദരി സഹോദരന്മാരെ, ആദ്യമേ തന്നെ ബേസിംഗ് സ്റ്റോക്ക് കൾച്ചറൽ ഫെസ്റ്റ് 2026 എല്ലാവിധത്തിലുള്ള വിജയാശംസകളും യുക്മയുടെ ഭാഗത്തു നിന്നും നേരുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ കലകളെയും സാഹിത്യത്തെയും സാംസ്കാരിക പൈതൃകത്തെയും ഒക്കെ ഉയർത്തിപ്പിടിച്ച്, അല്ലെങ്കിൽ അത് വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കത്തക്ക രീതിയിൽ മാതൃകാപരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്നും പ്രശംസിക്കപ്പെടേണ്ടതാണ്. അത്തരമൊരു മഹത്തായ പ്രവർത്തനമാണ് വെളിച്ചം തിയേറ്റേഴ്സ് ഇന്ന് ഈ ബേസിംഗ് സ്റ്റോക്കിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഞാൻ അധികം ദീർഘിപ്പിച്ച് പോകുന്നില്ല. ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും ഹൃദയസ്പർശിയായി എനിക്ക് തോന്നിയ ഒരു കാര്യം അന്തരിച്ച ഫിലിപ്പ് കുട്ടി ചേട്ടനോടുള്ള ആദരവിലാണ് ഈ പ്രോഗ്രാം എന്നിവിടെ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഒരു കലാകാരനെ ആദരിക്കുക അല്ലെങ്കിൽ അനുസ്മരിക്കുക എന്നുള്ളത് ആ കലാകാരനെ മാത്രമല്ല, ആ കലയോടും കൂടിയുള്ള ആദരവാണ് നമ്മൾ കാണിക്കുന്നത്. ഫിലിപ്പ് കുട്ടി ചേട്ടൻ ചെണ്ടമേളം എന്ന കലാരൂപത്തെ UK-യിലെ മലയാളികൾക്കിടയിൽ ഏറെ പ്രചാരത്തിലേക്ക് കൊണ്ടുവന്ന ആൾ മറ്റാരുമല്ല, ഫിലിപ്പ് കുട്ടി ചേട്ടനാണ്. UK-യിൽ മലയാളികൾ ഏറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്ന 2000-ൻ്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ, 2010 മുൻപ് തന്നെ ഈ ചെണ്ടമേളം ആളുകളെ പരിശീലിപ്പിക്കുന്നതിനും അതിലേക്ക് കൂടുതൽ താല്പര്യമുള്ള ആളുകളെ കൊണ്ടുവരുന്നതിനും കൂടുതൽ ആളുകളിലേക്ക് താല്പര്യം ജനിപ്പിക്കുന്നതിനുമൊക്കെ അദ്ദേഹം ഏറെ സമയവും അദ്ദേഹത്തിൻ്റെ പരിശ്രമവുമെല്ലാം അതിനുവേണ്ടി ചെലവഴിച്ചിട്ടുള്ള ആളാണ്. ചെണ്ട എന്ന് പറയുന്നത് ഒരു വാദ്യോപകരണം മാത്രമല്ല, അത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സത്വബോധത്തിൻ്റെ ഒരു പ്രതീകമാണ്. മലയാളികളുടെ അഭിമാനമായ ഒരു പറയപ്പെടുന്ന പഞ്ചവാദ്യത്തിൽ പോലും ചെണ്ടയുടെ ശബ്ദമാണ് ഉയർന്നു നിൽക്കുന്നത്. ആ ചെണ്ടമേളം കേൾക്കുന്നതിന് വേണ്ടി എത്ര ദൂരത്തു നിന്ന് പോലും പ്രധാന ചെണ്ടമേളങ്ങൾ നടക്കുന്നതിലേക്ക് ആളുകൾ പോകുന്ന ഒരു കാര്യമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, മലയാളികളുടെ സത്വബോധത്തിൻ്റെ ഒരു പ്രതീകമാണ് ചെണ്ട എന്ന് പറയുന്നത്. ആ വാദ്യമേളത്തെ അതിൻ്റെ ആവേശത്തെ, ആ മേളത്തിൻ്റെ ആവേശത്തെ കൊണ്ടുവരുന്നതിനും ആ കലാരൂപത്തെ പ്രചരിപ്പിക്കുന്നതിനും ഏറെ ശ്രമകരമായ രീതിയിൽ സമയം ചെലവഴിച്ച ഫിലിപ്പ് കുട്ടി ചേട്ടനോടുള്ള ആദരവ് കാണിക്കാൻ ഉള്ള വലിയ മനസ്സ് കാണിച്ച വെളിച്ചം തിയേറ്റേഴ്സിൻ്റെ മുഴുവൻ ഭാരവാഹികളെയും നേതൃത്വത്തെയും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ഈ വേദിയിൽ ഇടപെടാൻ പോകുന്നത് നാടകം ജീൻ വാൽ ജീൻ. വിശ്വപ്രസിദ്ധനായ വിക്ടർ ഹ്യൂഗോയുടെ ലെസ് മിസറബിൾസ് എന്നുള്ള വലിയ അമരത്വം നേടിയൊരു സാഹിത്യകൃതിയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു നാടകമാണ് ഇന്നിവിടെ അവതരിപ്പിക്കപ്പെടാൻ പോകുന്നത്. ആ നാടകത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ കടുത്ത യാഥാർത്ഥ്യങ്ങളിലെ അതിൻ്റെ പോരാട്ടവും അതിൽ ഒരു പ്രത്യാശ കാണുകയും അതിൽ നീതിയുടെ ഒരു നില എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു
കഥയാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടാൻ പോകുന്നത്. ഒരു സാധാരണ മനുഷ്യൻ തൻ്റെ കടുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന ദാരിദ്ര്യം, സമൂഹത്തിൻ്റെ അവഗണന, സാമ്പത്തിക സുരക്ഷിതത്വമില്ലായ്മ, ഇതിലെല്ലാം നിലകൊള്ളുമ്പോഴും മാന്യമായി ജീവിക്കണമെന്നുള്ള, അല്ലെങ്കിൽ ആ രീതിയിൽ ജീവിതം കരുപിടിപ്പിക്കാമെന്നുള്ള അയാളുടെ പ്രത്യാശ, അതിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഓരോരുത്തരും പ്രവാസികൾ എന്നുള്ള നിലയിൽ ഈ രാജ്യത്തേക്ക് കടന്നു വന്നപ്പോൾ നമ്മൾ ഒരു മൈഗ്രേറ്റഡ് കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിൽ നമ്മുടെ ജീവിതത്തിന്റെ, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ പ്രവാസി സമൂഹത്തിന്റെ ആദ്യകാല ജീവിതത്തിൽ നിങ്ങൾ ഓരോരുത്തരും വിലയിരുത്തി നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും അന്ന് നമ്മൾ അനുഭവിച്ച സാമ്പത്തിക സമ്മർദ്ദങ്ങൾ. പുതിയൊരു രാജ്യം, പുതിയ നമുക്ക് അത്ര പരിചിതമല്ലാത്ത, നമ്മൾ അത്ര പ്രയോഗിച്ചിട്ടില്ലാത്ത ഒരു ഭാഷ, അല്ലെങ്കിൽ പുതിയ ജോലി സാഹചര്യങ്ങൾ, ഇവിടങ്ങളിലൊക്കെ നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കുടുംബങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യം, ഇതിനെയൊക്കെ എങ്ങനെ തരണം ചെയ്യുമെന്നുള്ള കഠിനമായ ഒരു ജീവിത യാഥാർത്ഥ്യം. ആ ജീവിത യാഥാർത്ഥ്യത്തിനിടയിലും ആ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് നമുക്ക് മുന്നേറാൻ സാധിച്ചു. ഒരു സമൂഹം എന്നുള്ള നിലയിൽ, ഒരു പ്രവാസി സമൂഹം എന്നുള്ള നിലയിൽ മലയാളി കമ്മ്യൂണിറ്റിക്ക് മറ്റ് ബ്രിട്ടനിലേക്ക് കുടിയേറിയിരിക്കുന്ന ഏത് കമ്മ്യൂണിറ്റിയേക്കാൾ കൂടുതലായിട്ട് ഐക്യത്തോടെയും കെട്ടുറപ്പോടെയും നിൽക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഒരു വിജയം. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ നമ്മളെ ഏറ്റവും പ്രസക്തമായ ഒരു വിഷയം തന്നെയാണ് വെളിച്ചം തിയേറ്റേഴ്സ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിനും നിങ്ങളെ പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. നമുക്ക് ഇന്നും നമ്മുടെ സമൂഹത്തിൽ മലയാളികളായി പുതിയ തലമുറയിൽ കുടിയേറിയ ആളുകളും നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ അനുഭവിച്ചതിനേക്കാൾ വലിയ ജീവിത വെല്ലുവിളികൾ നേരിടുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത്. അവരെയും പിന്തുണയ്ക്കുവാൻ നമുക്ക് സാധിക്കണം. നമുക്ക് സാധിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു ദേശീയ സംഘടന എന്നുള്ള നിലയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ വളർച്ച എന്ന് പറയുന്നത് അതിന്റെ കമ്മ്യൂണിറ്റിക്ക് ആകമാനമോ അല്ലെങ്കിൽ അതിൽ ഏതാനും ചില ആളുകൾക്ക് മാത്രമുണ്ടാകുന്ന സാമ്പത്തിക സമൃദ്ധിയിൽ അല്ലെങ്കിൽ അതിന്റെ വളർച്ചയിൽ മാത്രമല്ല, നമ്മുടെ ഒരു സാംസ്കാരിക ഐക്യത്തിലാണ്. കലയിലൂടെയും സാഹിത്യത്തിലൂടെയും നമ്മൾ ഒരുമിപ്പിച്ചെടുക്കുന്ന മലയാളം എന്ന ഭാഷയെ അടിസ്ഥാനമാക്കി നമ്മൾ ഒരുമിച്ചെടുക്കുന്ന ഒരു മാനസിക ഐക്യത്തിലൂടെ നമുക്ക് ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിൽ, ഒരു കുടിയേറ്റ സമൂഹം എന്നുള്ള നിലയിൽ പരസ്പരം സഹായിച്ച് പിന്തുണച്ചും മുന്നോട്ട് പോകുവാൻ സാധിക്കുമ്പോഴാണ് അത് അർത്ഥവത്താകുന്നത്. ഇത്തരം കലാപ്രവർത്തനങ്ങൾക്ക് വെളിച്ചം തിയേറ്റേഴ്സിന്റെ ഏറ്റെടുത്ത് നടത്തുന്ന ബേസിക് സ്റ്റോക്ക് കൾച്ചറൽ ഫെസ്റ്റ് 2026 എന്നുള്ള സാംസ്കാരിക ഉത്സവം, കൾച്ചറൽ ഫെസ്റ്റ് എന്നുള്ള സാംസ്കാരിക ഉത്സവം, അതിന്റെ ഒരു ജൈത്രയാത്ര വരും കാലഘട്ടത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യൻ. പ്രവാസി മലയാളികളുടെ ശബ്ദമായി ദൃശ്യമാധ്യമ രംഗത്ത് ദീർഘകാലമായി സജീവ സാന്നിധ്യം പുലർത്തുന്ന ലോക കേരള സഭാംഗവും ആനന്ദ് ടിവിയുടെ മാനേജിംഗ് ഡയറക്ടറും ഏഷ്യാനെറ്റ് യൂറോപ്പിന്റെ ഡയറക്ടറുമായ ശ്രീ എസ് ശ്രീകുമാറിനെ ആശംസകൾ അർപ്പിക്കുന്നതിനായി വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമിരിക്കുന്ന ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമായി എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതിന് ഇതിൻ്റെ സംഘാടകരോട് ഞാൻ നന്ദി പറയുകയാണ്. ബേസിക് സ്റ്റോക്ക് വെളിച്ചം തിയേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ പ്രൊമോഷണൽ ഒരു സംഘടനയാണെന്ന് പറയാം. ശ്രീ അജീബ് ഗീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം 1-2 ആൽബമൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള സാംസ്കാരിക പരിപാടികൾ നടത്തുന്നു, നാടകം നടത്തുന്നു എന്ന് പറയുന്നത് ഇതെല്ലാം കയ്യിൽ നിന്ന് കാശ് പോകേണ്ട പരിപാടികളാണ്. ഞാനിവിടെ വന്നിട്ട് 10-40 വർഷമായി. അന്ന് തൊട്ടേ മലയാളി സമൂഹത്തോടൊപ്പം വളർന്ന ഒരു വ്യക്തിയാണ്. 2002 യൂറോപ്പിൽ ഏഷ്യനെറ്റ് കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്നത് ഒരു ശ്രമകരമായ ജോലിയായിരുന്നു. അന്ന് 1-2-3 സംഘടനകളുണ്ടായിരുന്നു മലയാളികൾക്ക്. ഈസ്റ്റ് ആഫ്രിക്കയിലൊന്നുണ്ട്, ക്രോഡലിലൊന്നുണ്ട്, സൗത്ത് ഹോളിലൊന്നുണ്ട്. അപ്പോൾ അവർ 3ഉം കൂടെ യോജിക്കാൻ തന്നെ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ യുഗ്മയെ പോലെയുള്ള ഇത്രയും വലിയ ഈ സാംസ്കാരിക സംഘടനകൾ ഒരുമിച്ച് 100-ൽ പരം
165 സംഘടനകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന നിലയിലേക്ക് നമ്മുടെ സമൂഹം വളർന്നു. കൂടാതെ നമ്മുടെ ഡെപ്യൂട്ടി മേയർ സജീഷ് ടോം എന്ന് പറയുന്ന അദ്ദേഹം ഒരു സമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു വാല്യൂ ഉണ്ടാക്കുകയും അത് നമ്മളെ സമൂഹത്തെ ഉന്നമനത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. മാത്രവുമല്ല, ശ്രീ CA ജോസഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ പുള്ളി ഉറക്കമില്ലെന്ന് തോന്നുന്നു. ഞാൻ നാട്ടിലായിരുന്നു, ഇന്ന് രാവിലെ വന്നിട്ട് ഞാൻ വൈകിട്ട് വന്നോളാം എന്ന് പറഞ്ഞതാണ്. 2-3 ദിവസം കൊണ്ടേ വിളിച്ച് എൻ്റെ ടിക്കറ്റ് മാറ്റിച്ച് 2 ദിവസം നേരത്തെ ഇവിടെ വരുത്തി. ഇന്ന് 3 മണിക്ക് എത്തണമെന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് വിളിക്കുകയാണ്. അത്രയ്ക്കും ശുഷ്കാന്തിയുള്ള ഒരു സാമൂഹിക പ്രവർത്തകനാണ് CA ജോസഫ്. ഏതായാലും CA ജോസഫ്, താങ്കൾ പറഞ്ഞപ്പോൾ ഞാനും വന്നു ഇവിടെ. ഇത്തരത്തിലുള്ള കുറേ ആൾക്കാരുടെ ഒത്തൊരുമയോട് കൂടിയുള്ള ഒരു പ്രവർത്തനമാണ് ഇത്തരം സംഘടനകൾ നിലനിൽക്കുന്നത്. മാത്രമല്ല, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കലാകാരനെ അനുസ്മരിക്കുന്ന ചടങ്ങ് കൂടിയാണെന്ന് പറഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാൻ വന്ന കാലം മുതൽ ഈ കലയുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ ഒരു കലാകാരൻ സമൂഹത്തിൽ അറിയപ്പെടുന്ന രീതിയിലാകണമെങ്കിൽ അവരൊരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടാണ്. അവരുടെ കുടുംബത്തിൻ്റെ ജീവിതത്തിലും അവരുടെ പൈസയും എല്ലാം സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഒരു കലയെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരുന്നത്. അല്ലാതെ ഇതിൽ നിന്നും വലിയ നേട്ടം പ്രതീക്ഷിച്ചു കൊണ്ടൊന്നുമല്ല. ഏതായാലും എന്നെ ഇവിടെ ക്ഷണിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഫിലിം അവാർഡ് ഓഗസ്റ്റ് 9 ഏഷ്യനെറ്റിൽ പ്രക്ഷേപണം ചെയ്യുന്നതുകൂടി ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മിസ്റ്റർ S. ശ്രീകുമാർ. ഇപ്പോൾ നമ്മെ വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ട ഫിലിപ്പ് ഊട്ടിച്ചേട്ടന്റെ സ്മരണകൾ പങ്കുവയ്ക്കുന്നതിനായി ശ്രീ ബിനോ ഫിലിപ്പിനെ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ അജി പീറ്റർ, ബേസിക് സ്റ്റോക്കിൻ്റെ ഡെപ്യൂട്ടി മേയറും ഹാംഷയർ കൗണ്ടി കൗൺസിലറുമായ സജീഷ് ടോം, യുക്മയുടെ ദേശീയ പ്രസിഡന്റും എൻ്റെ സുഹൃത്തും മുൻകാലങ്ങളിൽ കേരളത്തിലെ KSU പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയ അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യൻ, ആനന്ദ് TVയുടെ ഡയറക്ടറും ഏഷ്യാനെറ്റ് യൂറോപ്പിൻ്റെ ചെയർമാനും ലോക കേരള സഭാംഗവുമായ S. ശ്രീകുമാർ, അതുപോലെ തന്നെ ഈ വേദിയിലിരിക്കുന്ന പിലിപ്പൂട്ടിയുടെ സഹധർമ്മിണി സജിനി, മറ്റ് സ്നേഹമുള്ള വെളിച്ചം തിയേറ്റേഴ്സിൻ്റെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, പിലിപ്പൂട്ടിയുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നമ്മൾ നടത്തുന്ന ഒരു അനുസ്മരണവും അതോടൊപ്പം തന്നെ ബേസിക് സ്റ്റോക്കിൻ്റെ ഒരു കൾച്ചറൽ ഫെസ്റ്റുമാണ് ഇവിടെ നടന്നു വരുന്നത്. പിലിപ്പൂട്ടിയെ അനുസ്മരിക്കുമ്പോൾ നമ്മൾക്ക് അറിയാവുന്നത് ചെണ്ടമേളത്തിലൂടെ UK-യുടെ വിവിധ ഭാഗങ്ങളിൽ നിരവധി ശിഷ്യന്മാരെയും അതുപോലെ തന്നെ UK-യുടെ വിവിധ ഭാഗങ്ങളിൽ ചെണ്ടമേളം അഭ്യസിക്കുന്ന ഒരു വലിയ ടീമിനെ വാർത്തെടുത്ത ഒരു അതുല്യ പ്രതിഭ എന്നുള്ള നിലയിലാണ് പിലിപ്പൂട്ടി അറിയപ്പെടുന്നത്. ചെണ്ടമേള വിദ്വാൻ, ചെണ്ടമേള ആശാൻ എന്നൊക്കെ അദ്ദേഹത്തെ നമ്മൾ സംബോധന ചെയ്യുന്നു. പക്ഷെ അതിലൊക്കെ ഉപരിയായി അദ്ദേഹത്തെ പറ്റി നമ്മൾ പഠിക്കുകയാണെങ്കിൽ എൻ്റെ മമ്മിയുടെ ചേടത്തിയുടെ വീടിൻ്റെ തൊട്ടടുത്താണ് പിലിപ്പൂട്ടിയുടെ വീട്. അപ്പം ഞാൻ അവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നാടകവും ചെണ്ടമേളവും മാത്രമല്ലായിരുന്നു പിലിപ്പൂട്ടിയുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. പിലിപ്പൂട്ടിയുടെ ചെറുപ്രായത്തിൽ ആ നാട്ടിലുണ്ടായിരുന്ന മിമിക്രികൾ, അതുപോലെ തന്നെ പിലിപ്പൂട്ടി അവിടുത്തെ പള്ളി കൊയറിലുണ്ടായിരുന്നു, അതുപോലെ പിലിപ്പൂട്ടി ഒരു തബല വിദ്വാനായിരുന്നു എന്നും ഈ അവസരത്തിൽ നമ്മൾ ഓർക്കുകയാണ്. അതുമാത്രമല്ലാതെ
നമ്മുടെ കേരളത്തിൻ്റെ തനതായ രൂപമായ തെയ്യം പിലിപ്പൂട്ടി അഭ്യസിച്ചിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ കരാട്ടയിൽ അദ്ദേഹത്തിന് ബ്രൗൺ ബെൽറ്റ് ഉണ്ടായിരുന്നു. കളരി അദ്ദേഹം അഭ്യസിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എത്ര പേർക്ക് അറിയാം? ഇത്രയും അതുല്യമായ ഒരു പ്രതിഭയായിരുന്നു പിലിപ്പൂട്ടി എന്നുള്ളത്. ഇതിലേക്ക് ഉപരിയായി ആരും കടന്നു ചെല്ലാത്ത ജ്യോതിഷത്തിൽ വരെ പിലിപ്പൂട്ടി കടന്നു ചെന്നു എന്നുള്ളതാണ്. പിലിപ്പൂട്ടി എന്ന് പറയുന്ന അതുല്യമായ പ്രതിഭ വിട്ടുപിരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു മഹത്തായ ഏരിയ നമ്മൾ കണ്ടെത്തിയത്. പിലിപ്പൂട്ടിയെ പറ്റി ഓർക്കുമ്പോൾ ഈ ബേസിസ്റ്റ് ഓഫ് മലയാളി കൾച്ചറൽ അസോസിയേഷൻ്റെ ഏത് പരിപാടിയിലും പിലിപ്പൂട്ടി ഒരു നിറ സാന്നിധ്യമായിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനായി ഓസ്ട്രേലിയയിൽ നിന്നും പിലിപ്പൂട്ടിയുടെ മകനും എത്തിയിട്ടുണ്ട്. അതുപോലെ റിച്ചുവിനെ കണ്ടപ്പോൾ ഞാൻ ഓർക്കുകയാണ്, റിച്ചുവിൻ്റെ ചെറുപ്രായങ്ങളിൽ പിലിപ്പൂട്ടിയുടെ ഒരു ഡാൻസ് ഉണ്ടായത്. നമ്മളിവിടെ പരിപാടി നടക്കുമ്പോൾ പിലിപ്പൂട്ടിയെ റിച്ചുവും കൂടെ സ്റ്റേജിൻ്റെ താഴെ നിന്ന് ഡാൻസ് കളിക്കുകയായിരുന്നു. അപ്പം കൈ ഇങ്ങനെ കറക്കി പിടിച്ചുള്ള ഒരു ഡാൻസ് പിലിപ്പൂട്ടിയുടെ ഒരു ഫേവറേറ്റ് ഇനമായിരുന്നു. നിങ്ങൾ രണ്ടുപേരും പല പ്രാവശ്യം അത് കളിക്കുന്നത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. എന്ന് പറയുന്ന പോലെ പിലിപ്പൂട്ടിയും സജനയും തമ്മിൽ സ്റ്റേജിൽ ഡാൻസുകൾ കളിച്ചിട്ടുണ്ട്. അങ്ങനെ പിലിപ്പൂട്ടിയെ ബേസിക് സ്റ്റോക്കിൽ ഒരു നിറസാന്നിധ്യമായിരുന്നു. പിലിപ്പൂട്ടിയുടെ ഓർമ്മയവർക്കുന്ന ഈ നിമിഷങ്ങളിൽ പിലിപ്പൂട്ടി കടന്നു ചെന്ന ഓരോ മേഖലകളിലും പിലിപ്പൂട്ടിയുടെ സൗഹൃദവും പിലിപ്പൂട്ടിയുടെ സുഹൃത്ബന്ധവും എല്ലാം ഓർമ്മിക്കുന്നു. അതുപോലെ ജീവിതത്തിൽ ഒന്നിനെയും കുറിച്ചധികം വേവലാതിപ്പെടരുത്. കാരണം നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ജീവിതത്തിൽ ഒന്നും നടക്കുന്നത്. നമ്മൾ ഒരുപാട് പിടിച്ചു നിർത്താൻ ശ്രമിച്ച പലതും കൈവിട്ടു പോയിട്ടുണ്ട്. ഒരു ദിവസം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് സംഭവിച്ച കാര്യങ്ങളെ ഓർത്താകില്ല. വിഷമിക്കുന്നത് അനാവശ്യമായി നമ്മൾ നഷ്ടപ്പെടുത്തിയ നിമിഷങ്ങളെ ഓർത്താണ്. അതുകൊണ്ട് നിങ്ങൾ ശക്തരാകുവാൻ ശ്രമിക്കാതെ ശാന്തരായിരിക്കുവാൻ വേണ്ടി പഠിക്കുക. കാരണം ജീവിതം നമ്മുടെ ഇഷ്ടപ്രകാരം നടക്കില്ല എന്നും ഉള്ളതാണ് പിലിപ്പൂട്ടി നമ്മെ പഠിപ്പിക്കുന്നത്. ഹാപ്പിനെസ് ഈസ് പീസ് നോട്ട് പ്ലഷർ. സന്തോഷം ആനന്ദമല്ല, സമാധാനമാണ് എന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഓർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പിലിപ്പൂട്ടിയുടെ ഓർമ്മകൾക്ക് മുൻപിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീ ബിനോ ഫിലിപ്പ്. നമ്മുടെ എല്ലാം ഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്ന പ്രിയപ്പെട്ട ഫിലിപ്പുകുട്ടി ആദരസൂചകമായും അദ്ദേഹത്തിന്റെ കുടുംബത്തോടുള്ള നമ്മുടെ സ്നേഹത്തിന്റെ അടയാളമായും ഒരു സ്മരണിക സമർപ്പിക്കുന്ന ചടങ്ങിലേക്കാണ് നാം കടക്കുന്നത്. ഈ സ്മരണിക അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ശ്രീമതി സജിനി ഫിലിപ്പുകുട്ടിക്ക് സമർപ്പിക്കുന്നതിനായി നമ്മുടെ വിശിഷ്ടതിയായ അഡ്വക്കേറ്റ് എബീൻ സെബാസ്റ്റ്യനെ സാദരം ക്ഷണിക്കുന്നു. ശ്രീമതി സജിനി ഫിലിപ്പുകുട്ടിയുടെ വേദിയുടെ മുൻവശത്തേക്ക് എത്തി അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യനിൽ നിന്ന് ഈ സ്നേഹോപഹാരം ഏറ്റുവാങ്ങണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യൻ. താങ്ക് യു സജിനി ചേച്ചി. പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ വിയോഗവേദന ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ വേളയിലും അദ്ദേഹത്തിൻ്റെ സ്നേഹസ്മരണകൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നതിനായി ഫിലിപ്പുകുട്ടി ചേട്ടൻ്റെ സഹധർമ്മിണി ശ്രീമതി സജിനി ഫിലിപ്പുകുട്ടിയെ 2 വാക്ക് സംസാരിക്കാനായി ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. സ്റ്റേജിൽ ബേസിസ്റ്റ് ഓഫ് കൾച്ചറൽ അസോസിയേഷൻ്റെ എല്ലാ പ്രതിനിധികൾക്കും ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഞാൻ ആദ്യമേ തന്നെ നന്ദി അറിയിക്കുന്നു. ഞാൻ ആരും പേരെടുത്ത് പറയുന്നില്ല. ഫിലിപ്പൂട്ടി ഇപ്പോഴും നമ്മുടെ ഈ ലോകത്തുനിന്നും എൻ്റെ ലോകത്തുനിന്ന് വിട്ടുപോയെങ്കിലും എല്ലാവരുടെയും ഉള്ളിൽ ഞങ്ങളുടെ ഉള്ളിലും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവാണ് എനിക്ക് കിട്ടിയ ഉപഹാരവും ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളും. ഫിലിപ്പൂട്ടിയും ഞങ്ങളെ എന്തുമാത്രം നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതിന് ഒരു വലിയ തെളിവാണിത്. അതിനെല്ലാവർക്കും കൃത്യമായിട്ട് നന്ദി പറയുന്നു. എനിക്ക് സ്റ്റേജിൽ പ്രസംഗം പറഞ്ഞ് അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല.
പക്ഷേ എന്നാലും എനിക്ക് എൻ്റെ ഓർമ്മകളിൽ കാണുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ഞാനും വിൽക്കുട്ടിയും ഒരു സ്കൂളിലാണ് പഠിച്ചത്. വിൽക്കുട്ടി 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ 4ാം ക്ലാസ്സിൽ. അന്ന് എല്ലാ മാസത്തിൽ ഒരു ഫ്രൈഡേയിൽ വൈകുന്നേരം ലാസ്റ്റ് പീരീഡ് നമ്മുടെ കുട്ടികളുടെ കലാവാസന കാണിക്കുവാൻ വേണ്ടിയുള്ളതായിരുന്നു. അതിൽ എല്ലാ പ്രാവശ്യവും വിൽക്കുട്ടി എന്തെങ്കിലും ഒരു പ്രോഗ്രാം കാണും. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, വിൽക്കുട്ടി സ്റ്റേജിൽ ഓരോ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ താഴെ ഇരുന്ന് കാണുന്നത്. അതുപോലെ ഞങ്ങൾ രണ്ടും ഒരു പള്ളിയിലായിരുന്നു, ഒരു സൺഡേ സ്കൂൾ ഒരുമിച്ചായിരുന്നു. അപ്പം അവിടെ കൊയറിൽ വളരെ ആക്റ്റീവായിരുന്നു. വിൽക്കുട്ടിയെ ഇടയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്ന ട്രിപ്പിൾ വിൽക്കുട്ടി എന്നായിരുന്നു. കാര്യം നന്നായിട്ട് ട്രിപ്പിൾ വായിക്കുമായിരുന്നു. പിന്നെ അവിടുത്തെ യൂത്ത് പ്രോഗ്രാമിൽ ഒക്കെ അതുപോലെ BBS വെക്കേഷണൽ ബൈബിൾ ക്ലാസ് സ്റ്റഡീസിലൊക്കെ ഞങ്ങളെയൊക്കെ ഒരുക്കി സ്റ്റേജിൽ കയറ്റുവാനും അന്ന് മുതലേ ഒരു ചമയക്കാരൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം ചമയങ്ങളില്ലാത്ത ഒരു ലോകത്തേക്ക് ഞങ്ങളിടയിൽ നിന്ന് മാറിപ്പോയി. പക്ഷേ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു, എൻ്റെ കുഞ്ഞുങ്ങളും വിശ്വസിക്കുന്നു. അതുപോലെ ഞങ്ങൾ 2017 ഞങ്ങൾ UK ബേസിക് സ്റ്റോക്കിൽ താമസം ആരംഭിച്ചത്. എൻ്റെ അമ്മയുടെ വീട് ആലപ്പുഴ കൈനേടി പ്രദേശത്ത് നീലമ്പേരൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ ചെണ്ടമേള വിദ്വാനുണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ പേര് ചെമ്പൻ എന്നായിരുന്നു. ചെമ്പൻ നമ്മുടെ അവിടുത്തെ ഏത് പെരുന്നാളും അമ്പലത്തിലെ ഉത്സവമൊക്കെ വന്നാലും ചെമ്പൻ്റെ ഒരു ചെണ്ടമേളം ഉണ്ടായിരുന്നു. അതിനെല്ലാവരും ഭയങ്കരമായിട്ട് ആഘോഷമായിട്ട് നോക്കിയിരിക്കുമായിരുന്നു. അന്ന് എൻ്റെ അമ്മയുടെ വീട്ടിൽ ഞാൻ അവധിക്ക് നിൽക്കാൻ പോകുമ്പം പിൽക്കുട്ടി അപ്പുറത്തെ സൈഡിൽ കൂടെ പതുങ്ങി പോകുന്നതാണ്. കാര്യം പിൽക്കുട്ടിയുടെ മമ്മിക്കും പപ്പയ്ക്കും അന്ന് ഇഷ്ടമില്ലാതെ ചെണ്ട പിടിക്കാൻ പോകുന്നത്. അപ്പോൾ എന്നെയും എൻ്റെ കസിൻസിനെയൊക്കെ കാണുമ്പം തല കുനിച്ച് കണ്ടിട്ടില്ലാത്ത പോലെ പമ്മി പോകുമായിരുന്നു. അങ്ങനെ അന്ന് പഠിച്ച ചെണ്ടമേളം 2007 ഞങ്ങൾ ബേസിക് സ്റ്റോക്ക് വന്നപ്പോഴും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനായിട്ടുള്ള ഒരു വലിയ ഇത് കാണിച്ചു വിൽക്കുട്ടി. അന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ പൊടിക്കുഞ്ഞുങ്ങളാണ്. ഞങ്ങൾ ഫൈനാൻഷ്യലി ഞങ്ങൾ ഒട്ടും സ്റ്റേബിളല്ല. പക്ഷെങ്കിൽ ഞാൻ ഇന്ന് വരെ പിൽക്കൂട്ടി കേട്ടിട്ടില്ല ഞാൻ വന്ന് പഠിപ്പിക്കാം, എനിക്ക് 1 മണിക്കൂറിൽ ഇത്ര പൈസ തരണം, ഇത്ര പൗണ്ട് തരണമെന്ന് ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. പല സ്ഥലങ്ങളിലും വളരെ ദൂരം പിൽക്കൂട്ടി ഡ്രൈവ് ചെയ്ത് ലാഭേച്ഛ കൂടാതെ പിൽക്കൂട്ടി പോയി എല്ലാവരെയും പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ കുറേ കാലം കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഫംഗ്ഷന് ചെല്ലുമ്പോൾ പിന്നെ പിൽക്കൂട്ടിയെ ആശാന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പിൽക്കൂട്ടിക്ക് കിട്ടിയ ഒരു താലന്ത്. പിൽക്കൂട്ടി അതെല്ലാവർക്കും പകർന്നു കൊടുത്തു. അതിന് ഞാനും കുഞ്ഞുങ്ങളും ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു. അതിൽ ഞാൻ ഒത്തിരി സന്തോഷമാണ്. ഏറ്റവും ആദ്യം പഠിപ്പിച്ചത് സിൻഡൻ സ്റ്റാർസിനെയാണ്. അതുപോലെ ഒരു പല വേദികളിൽ പോയി. പിന്നെ പോർട്സ്മൗത്ത് എല്ലാവരും ഒന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ ഒത്തിരി പേരെ പഠിപ്പിച്ചു. ഒത്തിരി ശിഷ്യാനങ്ങളെ പിൽക്കുട്ടി ഉണ്ടാക്കി. അതുപോലെ പിന്നെ 2010-11 കാലങ്ങളിൽ ഒരു നാടക ട്രൂപ്പ് ഇവിടെ തുടങ്ങി. പിൽക്കുട്ടിയും പിൽക്കുട്ടിയുടെ സുഹൃത്തുക്കളും കൂടി ആ നാടക ട്രൂപ്പിൽ അവർ പല വേദികളിലും പോയി നാടകം അവതരിപ്പിച്ചു. അതിനുശേഷം ഒരു കുറച്ച് കാലത്തേക്ക് അത് നിന്നു. പിന്നെയും 2022 ആയപ്പം പിന്നെയും ഇവർ അജി പീറ്ററിൻ്റെയൊക്കെ സ്ഥാനത്തിൽ പിന്നെയും നാടകം ആരംഭിച്ചു. അന്നു മുതൽ പിൽക്കൂട്ടിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ ചെയ്യണം. അത് ഇന്ന് സാധിച്ചെടുത്തു. പക്ഷേ അത് കാണാൻ എൻ്റെ പിൽക്കൂട്ടി ലോകത്തില്ല. പക്ഷെ എന്നാലും നിങ്ങളെല്ലാവരും തരുന്ന ഈ സ്നേഹത്തിനും ഒക്കെ ഒത്തിരി നന്ദിയുണ്ട്. ഇതിനു വേണ്ടി ഒത്തിരി ദൂരം ഡ്രൈവ് ചെയ്ത് വന്ന എല്ലാവർക്കും, ഈ ചൂട് സമയത്ത് വന്ന എല്ലാവർക്കും, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും, എനിക്കറിഞ്ഞ പേരാരുടെ അടുത്ത് പറയുന്നില്ല, വന്നിരിക്കുന്ന എല്ലാവർക്കും, എപ്പോഴും പിൽക്കൂട്ടിയെ മനസ്സിൽ സൂക്ഷിക്കുന്ന എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും പിൽക്കൂട്ടിയുടെ നാമത്തിൽ ഉള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സൽക്കി ചേച്ചി. പരമ്പൊരുൾ, ദിവ്യകുടുംബം, പതികൻ എന്നീ ശ്രദ്ധേയമായ ക്രിസ്തീയ ഭക്തിഗാന ആൽബങ്ങൾക്ക് ശേഷം ഡോക്ടർ അജി പീറ്റർ രചനയും സംവിധാനവും നിർവഹിച്ച് അനുഗ്രഹീത ഗായകൻ ശ്രീ കെസ്റ്റർ ആലപിച്ച ഏറ്റവും പുതിയ സംഗീത സൃഷ്ടിയാണ് സൈന്യാധിപൻ. ഡോക്ടർ അജി പീറ്ററിന്റെ മുൻ ആൽബങ്ങളിൽ ദിവ്യകുടുംബം ശ്രാമ്പിക്കൽ പിതാവും പതികൻ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഔദ്യോഗികമായി പ്രകാശനം ചെയ്തിരുന്നു. ആ സംഗീത യാത്രയിലെ 4ാമത്തെ മനോഹര അധ്യായമാണ് സൈന്യാധിപൻ ഇന്ന് ഈ വേദിയിൽ പ്രകാശിതമാകുന്നത്. സൈന്യാധിപൻ എന്ന ആൽബത്തിന്റെ ഔദ്യോഗിക പ്രകാശനം നിർവഹിക്കുന്നതിനായി ആനന്ദ് ടിവിയുടെ മാനേജിംഗ് ഡയറക്ടർ ബഹുമാനപ്പെട്ട ശ്രീ S. ശ്രീകുമാറിനെ നിറഞ്ഞ കയ്യടികളോടെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു.
എവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിനീതമായ നമസ്കാരം. ഇദ്ദേഹത്തിൻ്റെ അജി പീറ്ററിൻ്റെ ആദ്യത്തെ ഒരു ആൽബം ദിവ്യ കുടുംബം സ്ക്രാമ്പിക്കൽ പിതാവാണ് അതിൻ്റെ ഔപചാരികമായ ഇനാഗുറേഷൻ നടത്തിയത്. അന്ന് ഞാനൊരു ആശംസാ പ്രസംഗം നടത്തിയതാണ്. അപ്പോൾ ഇന്ന് സൈന്യാധിപൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ അടുത്ത ആൽബം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനുള്ള അവസരം എനിക്ക് തന്നതിന് ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇങ്ങനെ ഓരോ ആൽബം ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ്. ഞാൻ 2-3 ആൽബമൊക്കെ ചെയ്തിട്ടുണ്ട് നേരത്തെ ഉണ്ടല്ലോ. ഈ കയ്യിരിക്കുന്ന പൈസ പോകുന്നതല്ലാതെ ഇതൊന്നും തിരിച്ചു വരവൊന്നും ഉണ്ടാകത്തില്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റും കൊണ്ട് ഇങ്ങനെ ഓരോ ആൽബം ചെയ്യുമ്പോൾ അതെല്ലാവരും അത് കേൾക്കെങ്കിലും ചെയ്യണം എന്ന ഒരു അഭ്യർത്ഥനയോടുകൂടി ഞാൻ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊള്ളുന്നു. വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായി എത്തുന്ന സൈന്യാധിപൻ അനേകം ഹൃദയങ്ങൾക്ക് ആശ്വാസവും ആത്മബലവും പകരുന്ന അനുഗ്രഹീത സംഗീത സൃഷ്ടിയായി വലിയ വിജയം കൈവരിക്കട്ടെ. തന്റെ സംഗീതയാത്രയിലെ 4ാമത്തെ മനോഹര സൃഷ്ടി നമുക്ക് സമ്മാനിച്ച ഡോക്ടർ അജി പീറ്ററിനും തന്റെ അനുഗ്രഹീത ശബ്ദത്തിലൂടെ ഗാനങ്ങൾക്ക് ജീവൻ നൽകിയ ശ്രീ കെസ്റ്ററിനും ഈ ആൽബത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ അണിയറ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ. സൈന്യാധിപൻ ആസ്വാദകരുടെ ഹൃദയങ്ങളിൽ എന്നും നിലനിൽക്കുന്ന ഒരു അനുഗ്രഹീത സൃഷ്ടിയായി മാറട്ടെ. താങ്ക് യു. സൈന്യങ്ങൾ തൻ നാഥനെ ആരാധിക്കുന്നു ഏഴകൾ സകലതും തിരുമുൻപിലർപ്പിച്ച് ആരാധിക്കുന്നീ പാപികൾ. സൈന്യങ്ങൾ തൻ നാഥനെ ആരാധിക്കുന്നു ഏഴകൾ സകലതും തിരുമുൻപിലർപ്പിച്ച് ആരാധിക്കുന്നീ പാപികൾ. Thank you, and all of you please be seated. വ്യക്തിപ്രഭാവം കൊണ്ടും സൗമ്യമായ ഇടപെടൽ കൊണ്ടും എല്ലാവരുടെയും സ്നേഹവും ആദരവും നേടിയ ബേസിക് സ്റ്റോക്ക് മലയാളികളുടെ അഭിമാനമായ ഡെപ്യൂട്ടി മേയറും ഹാംഷെയർ കൗണ്ടി കൗൺസിലറുമായ ശ്രീ സജീഷ് ടോമിനോടുള്ള നമ്മുടെ ആദരവും സ്നേഹവും പ്രകടിപ്പിക്കുന്നതിനായി അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച് ആദരിക്കുവാൻ വെളിച്ചം തിയേറ്റേഴ്സിന്റെ പ്രസിഡന്റ് ഡോക്ടർ അജി പീറ്ററിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ഡോക്ടർ അജി പീറ്റർ. താങ്ക് യു കൗൺസിലർ ജിഷ്ടോ. ഞങ്ങളുടെ വിനീതമായ ക്ഷണം സ്വീകരിച്ച് ഈ വേദിയെ പ്രൗഢമാക്കിയ അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യനോടുള്ള സ്നേഹാദരങ്ങൾ അർപ്പിക്കുന്ന ഈ നിമിഷത്തിൽ അദ്ദേഹത്തെ പൊന്നാടി അണിച്ച് ആദരിക്കുന്നതിനായി ലോക കേരള സഭാംഗമായ ശ്രീ CA ജോസഫ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. പ്രവാസി മലയാള സമൂഹത്തിന് ദൃശ്യമാധ്യമ രംഗത്ത് പുതിയൊരു വിപ്ലവം സമ്മാനിച്ചുകൊണ്ട് മലയാള ഭാഷയെയും സംസ്കാരത്തെയും കടൽ കടന്ന് യൂറോപ്പിലെത്തിച്ച ജനപ്രിയ മാധ്യമ പ്രവർത്തകനും ആനന്ദ് ടിവിയുടെ മാനേജിംഗ് ഡയറക്ടറുമായ പ്രിയപ്പെട്ട ശ്രീ S. ശ്രീകുമാറിനെ ആദരിക്കുന്ന ചടങ്ങിലേക്കാണ് നാം കടക്കുന്നത്. നമ്മുടെ നിറഞ്ഞ സ്നേഹാദരങ്ങളുടെ പ്രതീകമായി അദ്ദേഹത്തെ പൊന്നാടിയണിയിച്ച് ആദരിക്കുന്നതിനായി വെളിച്ചം തിയേറ്റേഴ്സിന്റെ ട്രഷറർ ശ്രീ വിൻസെന്റ് പോളിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എന്നിൽ നിശബ്ദമായിരിക്കുന്ന കർത്തവ്യം നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ്. ആദ്യമായി ഈ പരിപാടി അധ്യക്ഷനും മുൻ ബേസിക് സ്റ്റോക്ക് കൗൺസിലറും
വെളിച്ചം ടീച്ചേഴ്സിൻ്റെ പ്രസിഡന്റുമായ ഡോക്ടർ അജി പീറ്ററിന് ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഏവർക്കും പ്രിയപ്പെട്ടവനും ബേസിസ് സ്റ്റോക്കിൻ്റെ ഡെപ്യൂട്ടി മേയറും അതോടൊപ്പം ഹാംഷെയർ കൗണ്ടി കൗൺസിലറുമായ നമ്മുടെ മുമ്പിലെല്ലാം ഒരു ചെറു പുഞ്ചിരിയോടുകൂടി സമീപിക്കുന്ന നമ്മുടെ സ്വന്തം കൗൺസിലർ സജീഷ് ടോമിന് ഈ വെളിച്ചം തിയേറ്റേഴ്സിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. അടുത്തതായി തിരക്കേറിയ പരിപാടികൾക്കിടയിലും സമയം കണ്ടെത്തി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തുകയും ഒരു നല്ല ആശംസ അറിയിക്കുകയും ചെയ്ത യുഗ്മയുടെ ദേശീയ അധ്യക്ഷൻ അഡ്വക്കേറ്റ് എ ബി സെബാസ്റ്റ്യന് ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. അടുത്തതായി നന്ദി അർപ്പിക്കേണ്ട ആൾ ശ്രീ എസ് ശ്രീകുമാറാണ്. ഏഷ്യാനെറ്റ് യൂറോപ്പ് ചെയർമാനും ലോക കേരള സഭാംഗവും അതോടൊപ്പം ആനന്ദ ടിവിയുടെ മാനേജിംഗ് ഡയറക്ടറുമായ അദ്ദേഹം നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്നലെ നാട്ടിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നത്. അദ്ദേഹം കാണിച്ച നല്ല മനസ്സിന് നിങ്ങളുടെ എല്ലാവരുടെ പേരിലും വെളിച്ചം തിയേറ്റേഴ്സിൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മളിൽ നിന്നും അകാലത്തിൽ വേർപിരിഞ്ഞു പോയ അനശ്വര കലാകാരനായിരുന്ന നമ്മുടെ പിലിപ്പൂട്ടിയുടെ സഹധർമ്മിണി ശ്രീമതി സജിനിക്ക് വെളിച്ചം തിയേറ്റേഴ്സിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. ഈ പരിപാടി വിജയത്തിനായി അഹോരാത്രം പ്രവർത്തിച്ച വെളിച്ചം തിയേറ്റേഴ്സിൻ്റെ എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയുടെ വോളണ്ടിയേഴ്സായി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അതോടൊപ്പം ഈ പരിപാടിയുടെ വിജയത്തിനായി പല വിധത്തിൽ സഹായിച്ച സമയക്കുറവ് കാരണം ആരുടെയും പേരുകൾ ഞാൻ എടുത്തു പറയുന്നില്ല. അവർക്കെല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നിവിടെ ആങ്കറിങ്ങിന് നമ്മളെ സഹായിക്കുന്ന ജോംസിക്കും അശ്വതിക്കും വെളിച്ചം തിയേറ്റേഴ്സിൻ്റെ പേരിൽ കൃതജ്ഞത അറിയിക്കുന്നു. നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ പരിപാടിയുടെ സ്പോൺസേഴ്സായ എല്ലാവർക്കും വെളിച്ചം തിയേറ്റേഴ്സിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അവസാനമായി നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഫിലിപ്പുകുട്ടിയെ ആദരിക്കുന്നതിനായി നമ്മൾ സംഘടിപ്പിക്കുന്ന ഈ കലാസാംസ്കാരിക സായാഹ്നം വളരെ വിജയകരമാക്കി തീർക്കുന്നതിനായി ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യവും പിന്തുണയും സ്നേഹവുമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രചോദനം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.